ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് എനർജീസ് ഓഫ് ഓർബിറ്റൽസ്. ഓർബിറ്റൽസിൻ്റെ എനർജി എത്രയാണ്, അതിൻ്റെ ഓർഡർ എങ്ങനെയാണ് എന്നൊക്കെയാണ് ഇന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ ഓർബിറ്റൽസിൻ്റെ ഓർഡറിൽ, എനർജിയുടെ ഓർഡറിൽ നമുക്ക് അവയെ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം. ആദ്യം 1s, ഏറ്റവും കുറവ് എനർജി ഉള്ളതാണ് 1s, അതിനേക്കാൾ കൂടുതലാണ് 2s, then 2p, 3s, 3p, 4s, 3d, 4p, 5s ഇങ്ങനെയാണ് പോകുന്നത്. ഇപ്പം ശ്രദ്ധിക്കുക, ആ ഓർഡറിൽ, ആ ഫ്ലോയിൽ അങ്ങനെ എഴുതി പോകുമ്പോൾ 3p കഴിഞ്ഞാൽ ഏത് എഴുതാനുള്ള ടെൻഡൻസി ഉണ്ടാവും, നമുക്ക് 3d എഴുതാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അങ്ങനെയല്ല, 3p കഴിഞ്ഞാലാണ് 4s. അപ്പം ഈ എഴുതിയിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ എനർജി ഉള്ളത് ആർക്കാണ്? 5sനാണ്. എഴുതിയ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ എനർജി ആർക്കാണ്? 5s എന്ന ഓർബിറ്റലിനാണ്. ഏറ്റവും കുറവ് എനർജിയാണ് 1s. ഏറ്റവും കുറവ് എനർജി ഇതിന് തന്നെയാണ്, 1sന് തന്നെയാണ്. അപ്പോൾ ഇത് എളുപ്പത്തിൽ കണ്ടുപിടിക്കാനുള്ള ഒരു അറേഞ്ച്മെന്റ് ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ മുകളിലായിട്ട് 1s എഴുതുക, അതിന് തൊട്ട് താഴെയിട്ട് 2s, 2p, പിന്നെ 3s, 3p, 3d, അടുത്ത വരിയിൽ 4s, 4p, 4d, 4f, 4ന്റെ സീരീസ് എഴുതി. ഇനി അടുത്തത് 5ന്റെ 5s, 5p, 5d, 5f. അപ്പോൾ ആദ്യത്തിലെ എസ് മാത്രം 1s, രണ്ടാമത്തേലാണ് എസും പിയും വരുന്നത്, മൂന്നാമത്തേല് എസും പിയും ഡിയും, നാലാമത്തേലാണ് എഫ് വരുന്നത്, അഞ്ചാമത്തേലും എഫ് തന്നെ. ഇനി നമ്മൾ ഓരോ ആരോ മാർക്ക് വരയ്ക്കാം. ഫസ്റ്റ് 1s, then 2s, അങ്ങനെ വരച്ചു. അതുപോലെ അടുത്തത് നമുക്ക് വരയ്ക്കാം. അപ്പോൾ ഇവിടെ വരെ എത്തിയതാണ്, അടുത്തതിന് വേണം 6s എഴുതി കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് അവിടെ ഒരു ആരോ മാർക്ക് വരയ്ക്കാം. അപ്പോൾ ഇത്രയും മതി നമുക്ക് ഈ ഒരു അറേഞ്ച്മെന്റ് എഴുതാൻ വേണ്ടി. അപ്പോൾ ഏറ്റവും ആദ്യം ഏതാ വന്നിരിക്കുന്നത്? 1s ആണ്. അപ്പോൾ 1s ആണ് ഏറ്റവും എനർജി കുറവുള്ള ഓർബിറ്റൽ. പിന്നെ വന്നിരിക്കുന്നത് ഏതാണ്? 2s ആണ്. അപ്പോൾ 1s കഴിഞ്ഞാൽ അടുത്തത് ഏതാണ്? 2s. പിന്നെ അടുത്തത് ആരോ മാർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? 2pയിൽ നിന്നാണ്. എൻഡ് ചെയ്യുന്നത് എവിടെയാണ്? 3s ആണ്. അപ്പോൾ ആദ്യം എഴുതേണ്ടത് ഏതാണ്? 2p, പിന്നെ എഴുതേണ്ടതാണ് 3s. അപ്പോൾ 2p, 3s എഴുതി. പിന്നെ അടുത്ത വാല്യൂ എവിടെ നോക്കുക? 3pയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എവിടെയാണ് അടുത്ത വാല്യൂ? 4s ആണ്. അപ്പോൾ 3p കഴിഞ്ഞാൽ ഏത് എഴുതരുത്? 3d എഴുതരുത്. 3p കഴിഞ്ഞാൽ വരുന്നത് 4s ആണ്. ഇത് എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു അറേഞ്ച്മെന്റ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 3p, അത് കഴിഞ്ഞ് 4s. പിന്നെ അടുത്ത വര നോക്കുക, എവിടെയാണ് കിടക്കുന്നത്? 3dയിലാണ്. 3d കഴിഞ്ഞാൽ 4p, 5s. അതേ ഓർഡറിൽ എഴുതി 3d, 4p, 5s. ഇപ്പോൾ എക്സാമിന് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനൊക്കെ വരും. അപ്പോൾ എഴുതണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഓർഡർ അറിഞ്ഞിരിക്കണം. എനർജി കൂടിയ ക്രമത്തിൽ ഓർബിറ്റലുകളെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഈ ഓർഡർ അറിയണം. അപ്പോൾ അത് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു അറേഞ്ച്മെന്റ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത് വരച്ചെടുക്കണം. അപ്പോൾ ഏറ്റവും ആദ്യം ഏതാ വരിക? 1s, then 2s, 2p, 3s, 3p. 3p കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക 4s ആണ്. അപ്പോൾ 4s, then 3d, 3d, 4p, 5s. ഇത്രയും ഓർഡറിൽ ഈ 5s വരെ അറിഞ്ഞിരുന്നാലും മതി. നിങ്ങൾക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ വരുന്നതൊക്കെ ഈ ഒരു അറേഞ്ച്മെന്റിന്റെ ഉള്ളിൽ തന്നെ എഴുതാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയും എഴുതിയെടുക്കുക, ഈ ഒരു ഓർഡർ എഴുതിയെടുക്കുക. അതുപോലെ നമ്മൾ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടി എഴുതിയത് ഇതും എഴുതിയെടുക്കുക. ഇനി ഇലക്ട്രോൺസിനെ ഓരോ ഓർബിറ്റലിലും എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത് എന്നുള്ളത് 3 റൂളുകളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അപ്പോൾ ആ 3 റൂളുകൾ നമുക്ക് പറയണം. ഒന്നാമത്തെ പറയുന്നതാണ് ഓഫ് ബാർ പ്രിൻസിപ്പിൾ, രണ്ടാമത്തെ പോളി എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ, മൂന്നാമത്തെ ഹൺസ് റൂൾ. അപ്പോൾ ഓരോന്നും എന്താ നമുക്ക് നോക്കാം. 3 പ്രിൻസിപ്പിളുകളാണ്, അതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഓരോ ഓർബിറ്റലുകളിലും ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യുന്നത്. ഒന്നാമത്തെ റൂൾ എന്ന് പറയുന്നത് ഓഫ് ബാർ പ്രിൻസിപ്പിൾ, രണ്ടാമത്തെ പോളി എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ, രണ്ടാമത്തെയാണ് പോളി എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ, മൂന്നാമത്തേത് ഹൺസ് റൂൾ. ഹൺസ് റൂൾ. അപ്പോൾ ഈ 3 പ്രിൻസിപ്പിളുകൾ അല്ലെങ്കിൽ 3 റൂളുകളെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഓരോ ഓർബിറ്റലിലും ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യുന്നത്. അതായത് 1s, 2s, 2p ഈ ഓർഡറിലാണ് ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യുക എന്ന് പറഞ്ഞു. ആ ഫില്ല് ചെയ്യുന്നത് ഈ 3 റൂളുകളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഓരോ റൂളുകളും എന്താ നമുക്ക് പഠിക്കാം, അതാണ് അടുത്തത്. അപ്പോൾ ആദ്യത്തെ പ്രിൻസിപ്പിളാണ് ഏത്? ഓഫ് ബാർ പ്രിൻസിപ്പിൾ. അത് എന്താ നമുക്ക് നോക്കാം. ഓഫ് ബാർ പ്രിൻസിപ്പിൾ ആണ് എഴുതുന്നത്. ഒന്നാമത്തെ റൂളാണ് ഓഫ് ബാർ പ്രിൻസിപ്പിൾ.
ഓഫ്ബ പ്രിൻസിപ്പിളിൽ പറയുന്നത് ഇലക്ട്രോൺസ് ആർ ഫിൽഡ് ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദിയർ എനർജി. ഇലക്ട്രോൺസിന്റെ ഫില്ലിംഗ് നടക്കുന്നത് എങ്ങനെയാണ്? ആ ഓർബിറ്റൽസിന്റെ ഇൻക്രീസിംഗ് ഓർഡറിലാണ്. അപ്പൊ ഏറ്റവും കുറവുള്ള എനർജി കുറവുള്ള ഓർബിറ്റലാണ് ഏറ്റവും ആദ്യം ഫില്ല് ചെയ്യുക. അത് കഴിഞ്ഞിട്ടാണ് അതിനേക്കാൾ കുറച്ച് കൂടുതലുള്ള ഓർബിറ്റൽ ഫില്ല് ചെയ്യുന്നത്. അതായത് 1s ഫില്ല് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇലക്ട്രോൺസ് ഏതിൽ ഫില്ല് ചെയ്യുന്നുള്ളൂ? 2sൽ ഫില്ല് ചെയ്യുന്നുള്ളൂ. അതിനുള്ള കാരണം എന്താണ്? 2sനെ കമ്പയർ ചെയ്യുമ്പോൾ 1sന്റെ എനർജി കുറവാണ്. അപ്പോൾ കുറവുള്ളതാണ് ആദ്യം ഫില്ല് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷമാണ് തൊട്ടടുത്ത് കിടക്കുന്ന കൂടുതലുള്ള ഓർബിറ്റൽ ഫില്ല് ചെയ്യുന്നത്. അത് ഏത് പ്രിൻസിപ്പിൾ പ്രകാരമാണ്? ഓഫ്ബ പ്രിൻസിപ്പിൾ പ്രകാരമാണ്. എന്താണ് ഓഫ്ബ പ്രിൻസിപ്പിൾസ്? ഇലക്ട്രോൺസ് ആർ ഫിൽഡ് ഇൻ ദ ഓർബിറ്റൽസ് ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദിയർ എനർജി. ഇലക്ട്രോൺസ് ഓരോ ഓർബിറ്റലുകളിലും ഫില്ല് ചെയ്യുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അവയുടെ എനർജി കൂടി വരുന്ന ക്രമത്തിലാണ്. ഏറ്റവും കുറവുള്ളത് ആദ്യം ഫില്ല് ചെയ്യുന്നു, പിന്നെ കൂടുതലുള്ളത്, അത് കഴിഞ്ഞ് അതിനേക്കാൾ കൂടുതലുള്ളത്, ആ ഓർഡറിലാണ് പോകുന്നത്. അതാണ് ഓഫ്ബ പ്രിൻസിപ്പിൾ പറയുന്നത്. അപ്പോൾ 1s 2s എന്നുള്ളത് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം ഫില്ല് ചെയ്തതാണ് 1s. അതുപോലെ 2s 2p കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം ഫില്ല് ചെയ്യുന്നത് ഏതാണ്? 2s ആണ്. അപ്പോൾ ഈ ഓർഡറിൽ തന്നെയാണ് ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യുന്നത്. അതായത് എനർജി കൂടി വരുന്ന ക്രമത്തിലുള്ള ഓർബിറ്റൽസ് ആണ് എഴുതിയിരിക്കുന്നത്. ഈ ഓർഡറിൽ തന്നെയാണ് ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യുന്നത് എന്നാണ് ഏത് പറയുന്നത്? ഓഫ്ബ പ്രിൻസിപ്പിൾ പറയുന്നത്. അപ്പോൾ നമുക്കത് എഴുതാം. It states that electrons are filled in orbitals in the increasing order of their energy. ഓരോ ഓർബിറ്റലുകളിലും ഫില്ല് ചെയ്യുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ആ എനർജി കൂടി വരുന്ന ക്രമത്തിലാണ് ഇലക്ട്രോൺസ് ഓരോ ഓർബിറ്റലിലും ഫില്ല് ചെയ്യുന്നത്. അതിനർത്ഥം കൂടി ഇതിൽ എഴുതുകയാണ്. ദാറ്റ് മീൻസ് ലോവർ എനർജി orbitals are filled first. ആദ്യം അതാണ് ഫിൽ ചെയ്യുന്നത്. filled first, then electron enter into higher energy orbital. എന്താ പറയുന്നത്? Hofbauer principle states that electrons are filled in orbitals in the increasing order of their energy. എനർജി കൂടി വരുന്ന ക്രമത്തിലാണ് ഓർബിറ്റൽസിൽ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? ലോവർ എനർജി ഓർബിറ്റൽസ് ആണ് ആദ്യം ഫില്ല് ചെയ്യുന്നത്. അതിനുശേഷം മാത്രമേ ഇലക്ട്രോൺസ് ഏതിലേക്ക് കയറുന്നുള്ളൂ? ഹയർ എനർജി ഓർബിറ്റിലേക്ക് കയറുന്നുള്ളൂ. ഇതാണ് ഓഫ്ബ പ്രിൻസിപ്പിൾ. അപ്പൊ എന്താ എഴുതിയിരിക്കുന്നത്? It states that electrons are filled in orbitals in the increasing order of their energy. That means lower energy orbitals are filled first, then electrons enter into higher energy orbital. ഇതാണ് ഓഫ്ബ പ്രിൻസിപ്പിൾ. അതായത് 1s ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വരുന്ന ഇലക്ട്രോൺ ഏതിൽ ഫില്ല് ചെയ്യുന്നു? 2s ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വരുന്ന ഇലക്ട്രോൺ ആണ് 2pയിലേക്ക് ഫില്ല് ചെയ്യുന്നത്. അതിന് ഈ ഓർഡറിലാണ് ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യുന്നത് എന്നാണ് ഓഫ്ബ പ്രിൻസിപ്പിൾ പറയുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ പ്രിൻസിപ്പിൾ പഠിക്കാം. അതാണ് പോളി എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. പോളി എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പറയുന്നത്, ആദ്യം ഡെഫിനേഷൻ എഴുതാം. No two electrons in an orbital can have same value for four quantum numbers.
That means their spin must be opposite. അതായത് no two electrons in an orbital can have same value for 4 quantum numbers എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ഓർബിറ്റിൽ ഇരിക്കുന്ന 2 ഇലക്ട്രോൺസിന് ഒരിക്കലും 4 ക്വാണ്ടം നമ്പറും കൂടെ സെയിം ആയിട്ട് വരില്ല. നമ്മൾ പറഞ്ഞു ഒരു ഓർബിറ്റലിൽ എത്ര ഇലക്ട്രോൺസിനെ കൊള്ളുക എന്ന് പറഞ്ഞിട്ടുണ്ട് മുമ്പ്, 2 ഇലക്ട്രോൺസിനെയാണ് കൊള്ളുക. അതായത് നമ്മൾ കള്ളി വരച്ചിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഓർബിറ്റിൽ വരയ്ക്കുകയാണെങ്കിൽ 2 ഇലക്ട്രോണെയാണ് മാക്സിമം വരയ്ക്കുള്ളൂ. അത് വരയ്ക്കുമ്പോൾ തന്നെ ഒരെണ്ണം മുകളിലേക്കുള്ള ഡയറക്ഷനും ഒരെണ്ണം താഴേക്കുള്ള ഡയറക്ഷനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് 2s എന്നുള്ളൊരു ഓർബിറ്റിലാണെന്ന് വിചാരിക്കാം. അപ്പോൾ 2sൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? ഇവിടെ 2 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ ഈ 2s എന്നുള്ള ഈ 2 എന്ന് പറയുന്നത് എന്ത് വാല്യൂ ആണ്? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആണ്. അപ്പോൾ n = 2 ആണ്. s എന്ന് പറയുന്നത് എന്തെന്ന് കിട്ടുന്നതാണ്? l എന്ന് കിട്ടുന്നതാണ്. s ആണെന്നുണ്ടെങ്കിൽ l ന്റെ വാല്യൂ എത്രയായിരിക്കണം? 0 ആയിരിക്കണം. അപ്പോൾ l 0 ആണെന്നുണ്ടെങ്കിൽ m ന്റെ വാല്യൂവും എന്ത് തന്നെയാണ്? 0 ആണ്. ഈ 3 വാല്യൂസ്, ഈ 2 ഇലക്ട്രോൺസ്, ഇത് 2 ഇലക്ട്രോൺസ് ആണ്. ഒന്ന് മുകളിലേക്കുള്ള ഇലക്ട്രോൺസ് ഡയറക്ഷൻ കാണിക്കുന്നു, ഒന്ന് അടുത്ത താഴേക്കുള്ള ഡയറക്ഷൻ കാണിക്കുന്നു. ഈ 2 ഇലക്ട്രോൺസിന്റെയും ഈ 3 ക്വാണ്ടം നമ്പേഴ്സും സെയിം ആയിരിക്കും. പക്ഷെ 4ാമത്തെ ക്വാണ്ടം നമ്പർ ആയിട്ടുള്ള സ്പിൻ ക്വാണ്ടം നമ്പർ വ്യത്യാസമാണ്. ഒന്നിന് +½ ആണ്, അടുത്തതിന് ഏതായിരിക്കും? -½ ആയിരിക്കും. അപ്പോൾ 4 ക്വാണ്ടം നമ്പറും കൂടെ ഒരിക്കലും സെയിം ആയിട്ട് വരില്ല. 4ാമത്തെ ക്വാണ്ടം നമ്പർ ആയിട്ടുള്ള സ്പിൻ ക്വാണ്ടം നമ്പർ എന്തായിരിക്കും? ഓപ്പോസിറ്റ് ആയിരിക്കും. ഒന്ന് പ്ലസ് ആണെങ്കിൽ ഒന്ന് മൈനസ് ആയിരിക്കും. അപ്പോൾ ഒന്ന് പ്ലസ് ആണെന്ന് കാണിക്കാനാണ് സ്പിൻ അപ്പ്, ഒന്ന് സ്പിൻ ഡൗൺ ആണ്, മൈനസ് ആണെന്ന് കാണിക്കാൻ. അപ്പോൾ 3 ക്വാണ്ടം നമ്പർ വരെ 2 ഇലക്ട്രോൺസിനും സെയിം ആവും. പക്ഷെ 4ാമത്തെ ക്വാണ്ടം നമ്പർ എന്താണ്? ഡിഫറെൻ്റ് ആണ്. 4ാമത്തെ ക്വാണ്ടം നമ്പർ ഓപ്പോസിറ്റ് ആണ്. അതായത് സ്പിന്ന് ഓപ്പോസിറ്റ് ആയിരിക്കും. ഒരു ഇലക്ട്രോണിന് +½ ആണെങ്കിൽ മറ്റേ ഇലക്ട്രോണിന് -½ ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് ഇതിന്റെ അർത്ഥം. No two electrons in an orbital can have same value for 4 quantum numbers. 4 ക്വാണ്ടം നമ്പറും കൂടെ ഒരിക്കലും സെയിം ആയിട്ട് വരില്ല. എന്താണ് അവിടെ ഉണ്ടാവുന്നത്? സ്പിന്ന് ഓപ്പോസിറ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഈ റൂളിന്റെ പേരാണ് പോളി എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. അത് മനസ്സിലാവാൻ വേണ്ടി ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പോൾ 2sൽ 2 ഇലക്ട്രോൺ ഉണ്ടെന്ന് കൺസിഡർ ചെയ്യുക. ഇലക്ട്രോൺസിനെ നമ്മൾ വരയ്ക്കുമ്പോൾ ഒരെണ്ണം മോളിക്കായിട്ട് ഒരെണ്ണം താഴെയായിട്ടാണ് വരയ്ക്കുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? ഒന്നിന്റെ സ്പിന്ന് മോളിക്കാണ്, ഒന്നിന്റെ സ്പിന്ന് താഴത്തേക്കാണ്. അതായത് ഒന്ന് s +½ ആണ്, ഒന്ന് s -½ ആണ്. ബാക്കി വാല്യൂസ് ഒക്കെ 2 ഇലക്ട്രോൺസിനും സെയിം തന്നെയാണ്. 2 എന്ന് കാണിക്കുന്നത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആണ് n, അത് 2 തന്നെ ആയിരിക്കും. s എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണ് l ന്റെ വാല്യൂ. l 0 ആയി കഴിഞ്ഞാൽ m എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഈ 3 2 ഇലക്ട്രോൺസിനും സെയിം ആണ്. പക്ഷേ s ന്റെ വാല്യൂ ഒന്നിന് +½ ആണെങ്കിൽ മറ്റേന് എന്തായിരിക്കും? -½ ആണ്. ഇതാണ് പോളി എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പറയുന്നത്. ഇനി അടുത്ത പ്രിൻസിപ്പിൾ ആണ് ഹൺസ് റൂൾ. അടുത്ത റൂളാണ് ഹൺസ് റൂൾ. മൂന്നാമത്തെ റൂളാണ് ഹൺസ് റൂൾ. എന്താണ് ആ റൂള് പറയുന്നത്? നമുക്ക് ഫസ്റ്റ് എഴുതാം. പെയറിംഗ് ഓഫ് ഇലക്ട്രോൺ in orbitals ഇതിൻ്റെയൊക്കെ കാര്യമാണ് പറയുന്നത്. PDF. എസിന് ആ പ്രശ്നം വരില്ല. അതുകൊണ്ട് ഈ റൂൾ എസിന്റെ കാര്യത്തിൽ തന്നെ നമുക്ക് പറയണമെന്നില്ല. ഏതിന്റെ കാര്യത്തിലാണ് പറയേണ്ടത്? PDF. അതിനുള്ള കാരണം എന്താ? എസ് വരയ്ക്കുമ്പോൾ നമ്മൾ ഒറ്റ കള്ളിയെ വരയ്ക്കുള്ളൂ. കാരണം എസിന് ഒരൊറ്റ ഓർബിറ്റലായിട്ടേ ഉള്ളൂ. പി വരയ്ക്കുന്ന സമയത്ത് നമ്മൾ 3 എണ്ണം വരയ്ക്കുന്നുണ്ട്. PX, PY, PZ. അതുപോലെ ഡി വരയ്ക്കുന്ന സമയത്ത് 5 കള്ളികൾ വരയ്ക്കുന്നുണ്ട്. അപ്പോൾ എസിനാണെങ്കിൽ ഒരെണ്ണേ ഉള്ളൂ, ഒരു ഓർബിറ്റലേ ഉള്ളൂ. പിക്കാണെങ്കിൽ എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം ഉണ്ട്. ഡിക്കാണെങ്കിൽ 5 എണ്ണം ഉണ്ട്. എഫിനാണെങ്കിൽ 7 എണ്ണം ഉണ്ട്. അപ്പോൾ ഒന്നുള്ള കാരണം കൊണ്ട് പെയറിങ് അതിന് പറയണില്ല. ഏതിന്റെ കാര്യം പറയുള്ളൂ? പി മുതൽക്കുള്ളതേ പറയുന്നുള്ളൂ. അപ്പോൾ പെയറിംഗ് ഓഫ് ഇലക്ട്രോൺ ഇൻ ഓർബിറ്റേഴ്സ്, ഏതൊക്കെ ഓർബിറ്റേഴ്സ്? PDF takes place only after each orbital is singly occupied. എന്താ അതിന്റെ അർത്ഥം? പെയറിംഗ് നടക്കണം എന്നുണ്ടെങ്കിൽ ഓരോ ഓർബിറ്റലിലും ഓരോ ഇലക്ട്രോൺ വീതെങ്കിലും കൊടുത്തതിന് ശേഷം മാത്രമേ എന്ത് നടക്കുള്ളൂ? പെയറിംഗ് നടക്കുള്ളൂ എന്നാണ് പറയുന്നത്.
Pairing of electron in orbitals PDF takes place only after each orbital is singly occupied. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയുന്നത് പി ആണ്. പി വരയ്ക്കുമ്പോൾ നമ്മൾ എത്ര ഓർബിറ്റിൽ വരയ്ക്കുന്നുണ്ട്? പി എക്സ്, പി വൈ, പി സെഡ്, മൂന്നെണ്ണം വരയ്ക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ പിയിൽ എത്ര ഇലക്ട്രോണിനെ കൊള്ളും? മാക്സിമം 6 ഇലക്ട്രോണിനെ കൊള്ളും. എങ്ങനെയാത്? ഓരോന്നിലും 2 എണ്ണം വീതം കൊള്ളും. അപ്പോൾ 2, 4, 6 മൊത്തം 6 ഇലക്ട്രോൺസിനെ അവിടെ കൊള്ളും. അപ്പം നമുക്ക് തന്നിരിക്കുന്ന ഒരു എലമെന്റിൽ ആകെ 4 ഇലക്ട്രോൺസേ പിയിലുള്ളൂ എന്ന് വിചാരിക്കാം. 4 ഇലക്ട്രോൺസേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് 2 പോസിബിലിറ്റിയാണ് വരയ്ക്കാനുള്ളത്. ഒന്നുകിൽ ഞാൻ ഇങ്ങനെ വരയ്ക്കാം, അല്ലെങ്കിൽ എങ്ങനെ വരയ്ക്കാം? ഓരോന്നിലും ഓരോന്ന് വീതം കൊടുത്തതിന് ശേഷം ബാക്കി വന്ന ഒന്നിനെ ഒന്നാമത്തേൽ കൊടുത്തു. ഇങ്ങനെ 2 അറേഞ്ച്മെന്റ്സ് ആണുള്ളത്. ഒന്നാമത്തേന്റെ പ്രത്യേകത എന്താ? ആദ്യത്തെ 2 ഓർബിറ്റിൽ ഏറി 2 എണ്ണം വീതം കൊടുത്തു, എന്നിട്ട് ഒരെണ്ണം വാക്കന്റ് ആയിട്ട് നിർത്തി, എംറ്റി ആയിട്ട് നിർത്തി. അടുത്തേന് എങ്ങനെയാണ്? എല്ലാത്തിലും ഓരോന്ന് വീതം കൊടുത്ത് ബാക്കി വന്ന 4ാമത്തെ ഇലക്ട്രോൺ ആണ് പെയർ ചെയ്തത്. ഇതിൽ 2 എണ്ണം പെയർ ചെയ്ത് ഒരെണ്ണം വാക്കന്റ് ആയി നിർത്തി. ഇത് ഒരിക്കലും ശരിയായിട്ടുള്ള ഒരു റെപ്രസെന്റേഷൻ അല്ല, അത് തെറ്റായിട്ടുള്ള റെപ്രസെന്റേഷൻ ആണ്. ഇതാണ് ശരിയായ റെപ്രസെന്റേഷൻ എന്നാണ് ഹൺസ് റൂൾ പറയുന്നത്. എന്താണ് ഹൺസ് റൂൾ പറയുന്നത്? പെയറിംഗ് ഓഫ് ഇലക്ട്രോൺ, പെയറിംഗ് നടക്കണമെങ്കിൽ, അതായത് 2 എണ്ണം വരണമെന്നുണ്ടെങ്കിൽ എന്ത് നടക്കണം? ആദ്യം ഓൺലി ആഫ്റ്റർ, എന്തിനു ശേഷം മാത്രമേ നടക്കുള്ളൂ? ഈച്ച് ഓർബിറ്റൽ ഈ സിംഗിളി ഒക്യുപ്പൈഡ്, ഓരോ ഓർബിറ്റിലും സിംഗിൾ ആയിട്ടുള്ള ഇലക്ട്രോണെങ്കിലും കിട്ടിയതിന് ശേഷം മാത്രമേ പെയറിംഗ് നടക്കാവൂ എന്നാണ്. അപ്പൊ ഇതിന്റെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് തെറ്റായത്? 3ാമത്തെ ഈ ഒരു ഓർബിറ്റലിൽ ഒറ്റ ഇലക്ട്രോൺ പോലും ഇല്ല, അതൊന്നും കൊടുക്കാതെയാണ് ഇവിടെ പെയറിംഗ് നടത്തിയത്. അതുകൊണ്ട് അത് തെറ്റാണ്. പെയറിംഗ് നടത്തണമെങ്കിൽ എല്ലാ ഓർബിറ്റലിലും ഓരോ ഇലക്ട്രോൺ വീതം കൊടുത്ത് ബാക്കി ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? പെയറിംഗ് നടത്താവൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഹൺസ് റൂൾ. അപ്പൊ ഹൺസ് റൂൾ പ്രകാരം ഏതാണ് ശരിയായ നൊട്ടേഷൻ? പി ഓർബിറ്റലിൽ 4 ഇലക്ട്രോൺസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു റെപ്രസെന്റേഷൻ ആണ് കറക്റ്റ് എന്നാണ് പറയുന്നത്.